Welcome to Technical Education Series program on embedded systems. Today, it is the fifth session on AVR microcontrollers. In this session, we are dealing with the different addressing modes of AVR microcontrollers. Addressing modes. ഒരു മൈക്രോപ്രൊസസ്സറിന്റെ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളറിന്റെ അടിസ്ഥാന ധർമ്മം ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. ഇവിടെ ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത് ഒരു പ്രോഗ്രാമിലൂടെ നാം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും. അതിനാൽ നാം CPU-വിന് നൽകുന്ന ഓരോ ഇൻസ്ട്രക്ഷനും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ എന്താണെന്നും ഓപ്പറേഷൻ നടത്തേണ്ട ഡാറ്റ അഥവാ ഓപ്പറൻഡ് ഏതാണെന്നും വ്യക്തമാകുന്ന രീതിയിലായിരിക്കും. ഇതിനായി CPU-വിന് നൽകുന്ന ഓരോ ഇൻസ്ട്രക്ഷനും രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും. ഒരു ഭാഗം ഓപ്പറേഷൻ എന്താണെന്ന് സൂചിപ്പിക്കുന്നതിനും രണ്ടാമത്തെ ഭാഗം ഓപ്പറൻഡ് ഏതാണെന്ന് സൂചിപ്പിക്കുന്നതിനുമായിരിക്കും. Instruction is a command to perform a given task on a specified data. Each instruction has two parts. First part is to specify the task to be performed, called operation code. And the second part is to specify the data to be operated on, called operand. ഇവിടെ ഓപ്പറേഷൻ സൂചിപ്പിക്കുന്നത് ഓരോ ഓപ്പറേഷന് വേണ്ടിയും നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഓപ്പ് കോഡുകൾ വഴിയും, എന്നാൽ ഓപ്പറൻഡ് സൂചിപ്പിക്കുന്നതിനായി ഇമ്മീഡിയറ്റ് വാല്യൂ, രജിസ്റ്റർ വാല്യൂ, മെമ്മറി വാല്യൂ, IO പോർട്ട് വാല്യൂ തുടങ്ങിയ മൈക്രോ കൺട്രോളറിന്റെ ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കി ഏതെങ്കിലും മാർഗങ്ങൾ വഴിയായിരിക്കും. ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷനിൽ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള വ്യത്യസ്ത മാർഗങ്ങളെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയാം. The different ways of specifying the location of an operand in an instruction are called addressing mode. AVR microcontrollerൽ അനുവദിക്കപ്പെട്ട addressing modes ഏതൊക്കെയാണ് നോക്കാം. The addressing modes provided by AVR microcontrollers can be categorized into following groups: register direct, single register, register direct immediate, register direct two registers, IO direct, data direct, indirect addressing and indirect flash addressing. ഇവ ഓരോന്നും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. രജിസ്റ്റർ ഡയറക്റ്റ് സിംഗിൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഈ അഡ്രസ്സിംഗ് മോഡിൽ ഓപ്പറൻഡ് സൂചിപ്പിക്കുന്നത് 32 ജനറൽ പർപ്പസ് രജിസ്റ്ററുകളിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ വഴിയായിരിക്കും. ഇവിടെ നാം നൽകിയിരിക്കുന്ന രജിസ്റ്റർ വാല്യൂ റീഡ് ചെയ്യുന്നു, നിർദ്ദേശപ്രകാരമുള്ള ഓപ്പറേഷൻ നടത്തുന്നു, അതിന്റെ റിസൾട്ട് അതേ രജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ്. In this addressing mode, the operand can be any register of the 32 general purpose registers. It reads the content of the register, operates on the content of the register, and then stores the result of the operation back to the same register. ഈ അഡ്രസ്സിംഗ് മോഡിൽ ഉൾപ്പെടുന്ന ഇൻസ്ട്രക്ഷൻസ് 16 ബിറ്റ് സൈസിലായിരിക്കും. അതിൽ 12 ബിറ്റ് ഓപ്പ് കോഡ് സൂചിപ്പിക്കുന്നതിനും 4 ബിറ്റ് ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് രജിസ്റ്ററിന്റെ അഡ്രസ് സൂചിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. എക്സാമ്പിൾസ്: കോം R16. ഇവിടെ കോം എന്നുള്ളത് ഓപ്പ് കോഡാണ്, R16 എന്നുള്ളത് ഓപ്പറൻഡ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററാണ്. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം R16 രജിസ്റ്റർ വാല്യൂ റീഡ് ചെയ്യുന്നു, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് അതേ രജിസ്റ്റർ R16 തന്നെ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ INC ഇസ് ദി ഓപ്പ് കോഡ്. R20 ഓപ്പറൻഡ് ആണ്. ഇവിടെ R20 വാല്യൂ റീഡ് ചെയ്യുന്നു, അതിനെ ഇൻക്രിമെന്റ് ചെയ്ത് അതേ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിയർ R18 വാല്യൂ റീഡ് ചെയ്യുന്നു,
അതിൻ്റെ വാല്യൂ 0 ആക്കി മാറ്റി അതേ രജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ROR R21 R21 വാല്യൂ റീഡ് ചെയ്യുന്നു, അതിനെ ഒരു ബിറ്റ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതേ രജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. രജിസ്റ്റർ ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. ഈ അഡ്രസ്സിംഗ് രീതിയിൽ ഇൻസ്ട്രക്ഷനിൽ ഓപ്പറന്റ് രജിസ്റ്ററിന് പുറമെ നാം നേരിട്ട് നൽകുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൂടി ഉൾപ്പെട്ടിരിക്കും. ഇവിടെ രജിസ്റ്റർ വാല്യൂ, കോൺസ്റ്റന്റ് വാല്യൂ തമ്മിൽ ഓപ്പറേഷൻ നടത്തി റിസൾട്ട് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. In immediate addressing, there is also a constant value with register operand. It operates on register and immediate value, then store result in register. Register direct addressing പ്രകാരമുള്ള ഇൻസ്ട്രക്ഷനിൽ 4 ബിറ്റ് ഓപ്കോഡും 8 ബിറ്റ് ഇമ്മീഡിയറ്റ് വാല്യൂ, 4 ബിറ്റ് ഉപയോഗിക്കുന്ന രജിസ്റ്ററിന്റെ അഡ്രസ് സൂചിപ്പിക്കുന്നതിനു വേണ്ടി ഉള്ളതാണ്. എക്സാമ്പിൾസ്: LDI R16, 0x2F. ഇവിടെ LDI ഓപ്കോഡാണ്, R16 ഓപ്പറന്റ് രജിസ്റ്ററാണ്, 0x2F ഇമ്മീഡിയറ്റ് വാല്യൂ. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം R16 രജിസ്റ്ററിലോട്ട് 0x2F എന്ന വാല്യൂ ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് AND-I R21, 0xA. ഇവിടെ R21 രജിസ്റ്റർ വാല്യൂ, ഇമ്മീഡിയറ്റ് വാല്യൂ 0xA എന്നിവ തമ്മിൽ AND ഓപ്പറേഷൻ നടത്തി റിസൾട്ട് R21ൽ സ്റ്റോർ ചെയ്യുന്നു. sub-I R18, 0x9. ഇവിടെ R18 രജിസ്റ്റർ വാല്യൂവിൽ നിന്ന് 0x9 സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് R18 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. രജിസ്റ്റർ ഡയറക്റ്റ് ടു രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഈ അഡ്രസ്സിംഗ് മോഡിൽ പ്രോസസ് ചെയ്യേണ്ട ഡേറ്റ നൽകുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ 2 രജിസ്റ്ററുകൾ വഴിയാണ്. ഈ രജിസ്റ്ററുകൾക്ക് സോഴ്സ് രജിസ്റ്റർ RR, ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ RD എന്നീ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ 2 രജിസ്റ്ററുകളും റീഡ് ചെയ്ത് ഇവ തമ്മിൽ ഓപ്പറേഷൻ നടത്തി റിസൾട്ട് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. In this addressing mode, 2 registers are involved to hold the data to be processed. The 2 registers are named as source register RR and destination register RD. And the instruction reads the 2 registers, operates on their content and store the result back into the destination register. ഇവിടെ 16 ബിറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ 6 ബിറ്റ് ഓപ്കോഡ്, 5 ബിറ്റ് സോഴ്സ് രജിസ്റ്റർ അഡ്രസ്, 5 ബിറ്റ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ അഡ്രസ് എന്നിങ്ങനെയാണ്. ഇവിടെ ഇൻസ്ട്രക്ഷനിൽ ആദ്യം നൽകുന്ന രജിസ്റ്റർ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററായും അതിനുശേഷം നൽകുന്ന രജിസ്റ്റർ സോഴ്സ് രജിസ്റ്ററായിട്ടും കണക്കാക്കാവുന്നതാണ്. എക്സാമ്പിൾസ്: ആഡ് R16, R17. ഇവിടെ ആഡ് എന്നുള്ളത് ഓപ്കോഡാണ്, R16 എന്നുള്ളത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും R17 എന്നുള്ളത് സോഴ്സ് രജിസ്റ്ററുമാണ്. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം R16 രജിസ്റ്റർ കണ്ടന്റും R17 രജിസ്റ്റർ കണ്ടന്റും തമ്മിൽ ആഡ് ഓപ്പറേഷൻ നടത്തി റിസൾട്ട് R16 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്തത് AND R20, R21. ഇവിടെ R21 വാല്യൂ, R20 വാല്യൂ ഇവ തമ്മിൽ AND ഓപ്പറേഷൻ നടത്തി റിസൾട്ട് R20 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. സബ് R26, R27. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം R27 വാല്യൂ R26 വാല്യൂവിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് R26 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. മൂവ് R18, R19. ഇവിടെ R19 രജിസ്റ്റർ വാല്യൂ R18 രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നു. IO ഡയറക്റ്റ് അഡ്രസ്സിംഗ്. ഡാറ്റ മെമ്മറി സ്പേസിലെ സ്റ്റാൻഡേർഡ് IO രജിസ്റ്ററുകളെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക അഡ്രസ്സിംഗ് രീതിയാണ് IO അഡ്രസ്സിംഗ്. In
അല്ലെങ്കിൽ ഔട്ട് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ വഴി IO അഡ്രസ് 00H മുതൽ 3FH വരെയുള്ള 64 IO രജിസ്റ്ററുകളെയും ഈ അഡ്രസ്സിംഗ് രീതിയിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. This is a special addressing mode to access IO registers. This addressing mode can address only the standard IO registers. The in and out instructions use this addressing mode. Here the IO registers can be any register from the entire range of 00H to 3FH, that is 00 to 63 IO registers. ഇവിടെ 16 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ 4 ബിറ്റ് ഓപ്പ് കോഡ് ഇൻ ഔട്ട് ഇൻസ്ട്രക്ഷന്റെ ഓപ്പ് കോഡ് നൽകുന്നതും 6 ബിറ്റ് ഇവിടെ ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റർ അഡ്രസ് സൂചിപ്പിക്കുന്നതിനും 6 ബിറ്റ് ആക്സസ് ചെയ്യുന്ന IO മെമ്മറി അഡ്രസ് സൂചിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. ഇവിടെ RD സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇൻസ്ട്രക്ഷൻ ഇൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററായും ഔട്ട് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് സോഴ്സ് രജിസ്റ്ററായും കണക്കാക്കാം. എക്സാമ്പിൾസ്: ഇൻ R16, 0x13 ഇവിടെ ഇൻസ്ട്രക്ഷൻ ഇൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് R16 രജിസ്റ്റർ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററായി പരിഗണിക്കാം. 0x13 എന്നുള്ള IO മെമ്മറി അഡ്രസ്സാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം IO അഡ്രസ് 0x13 എന്ന ലൊക്കേഷനിലെ ഡാറ്റ രജിസ്റ്റർ R60യിലേക്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 0x13 എന്നുള്ളത് പിൻ സിയുടെ അഡ്രസ് ആയത് കാരണം പിൻ സി വാല്യൂ R16 രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നു. അടുത്തത് ഔട്ട് 0x12, R16 ഇവിടെ ഔട്ട് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് R16 എന്നുള്ളത് സോഴ്സ് രജിസ്റ്റർ ആയിട്ട് പരിഗണിക്കാം. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം IO മെമ്മറി അഡ്രസ് 0x12 എന്ന അഡ്രസ്സിലോട്ട് R16 രജിസ്റ്ററിലുള്ള വാല്യൂ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. 0x12 എന്നുള്ളത് പോർട്ട് ഡിയുടെ അഡ്രസ് ആയത് കാരണം R16 രജിസ്റ്ററിലുള്ള വാല്യൂ പോർട്ട് ഡിയിലോട്ട് കോപ്പി ചെയ്യുകയാണ് ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം ചെയ്യുന്നത്. ഡാറ്റ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നാം നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന IO ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചിരുന്നത് ഡാറ്റ മെമ്മറി സ്പേസിലെ സ്റ്റാൻഡേർഡ് IO രജിസ്റ്ററുകൾ മാത്രമായിരുന്നു. എന്നാൽ മുഴുവൻ റാം മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള അഡ്രസ്സിംഗ് മോഡാണ് ഡാറ്റ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ LDS, STS ഇൻസ്ട്രക്ഷനുകൾ ഉപയോഗിച്ച് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ വഴി റാം ലൊക്കേഷൻ അഡ്രസ് 00 മുതൽ റാം എൻഡ് അഥവാ FF വരെയുള്ള എല്ലാ ലൊക്കേഷനുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ 16 ബിറ്റ് സൈസിലുള്ള ആക്സസ് ചെയ്യേണ്ട ലൊക്കേഷൻ അഡ്രസ് ഇൻസ്ട്രക്ഷന്റെ ഭാഗമായി നൽകേണ്ടതാണ്. This addressing mode is used to access the entire IO space in AVR. The LDS and STS instructions use this addressing mode to access the RAM memory locations from 00H to RAM end or FF. The 16-bit address of the location to be accessed is given as a part of the instruction. In this case, the size of the instruction will be 32 bits or 2 word. ഇവിടെ 32 ബിറ്റുകളുള്ള ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ 12 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ഓപ്പ് കോഡ് നൽകുന്നതിനും 4 ബിറ്റ് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററോ അല്ലെങ്കിൽ സോഴ്സ് രജിസ്റ്ററോ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും 16 ബിറ്റുകൾ ആക്സസ് ചെയ്യേണ്ട ലൊക്കേഷൻ അഡ്രസ് നൽകുന്നതിനും വേണ്ടിയാണ്. ഇവിടെ RR,
RD ആയി ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് ഉപയോഗിക്കാവുന്നതാണ്. LDS ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ രജിസ്റ്റർ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററായും STS ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ രജിസ്റ്റർ സോഴ്സ് രജിസ്റ്ററായും പരിഗണിക്കാവുന്നതാണ്. എക്സാമ്പിൾസ്: LDS R18,0x400. ഇവിടെ R18 എന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും 0x400 റാം അഡ്രസ്സുമാണ്. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം 0x400 എന്ന അഡ്രസ് ലൊക്കേഷനിലുള്ള കണ്ടന്റ് R18 എന്ന രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നതാണ്. ലോഡ് R18 വിത്ത് ദി കണ്ടന്റ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ 400H. നെക്സ്റ്റ് STS 0x50, R18. ഇവിടെ R18 എന്ന രജിസ്റ്റർ സോഴ്സ് രജിസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം 0x50 എന്ന റാം ലൊക്കേഷൻ അഡ്രസ്സിലോട്ട് R18 രജിസ്റ്ററിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇതിനു മുമ്പേ നാം ഡിസ്കസ് ചെയ്തിരുന്ന ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ റാം മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്തിരുന്നത് 16 ബിറ്റ് സൈസിലുള്ള ലൊക്കേഷൻ അഡ്രസ് ഇൻസ്ട്രക്ഷന്റെ ഭാഗമായി നൽകിയിട്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പോയിന്റർ ഉപയോഗിച്ച് റാം ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇവിടെ X, Y, Z എന്നീ 16 ബിറ്റ് രജിസ്റ്ററുകളിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ പോയിന്ററായി ഉപയോഗിക്കാവുന്നതാണ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ LD ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് പോയിന്റർ സൂചിപ്പിക്കുന്ന മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് റീഡ് ചെയ്യുന്നതിനും ST ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ വാല്യൂ പോയിന്റർ സൂചിപ്പിക്കുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. In this addressing mode, a register is used as a pointer to the data memory location. In AVR, 3 registers X, Y, and Z are used as pointers. These registers are 16-bit registers and allow accessing the entire bytes of data memory space in AVR. We can use LD instruction to read the value of location pointed by these registers and ST instruction to write a value to a location to which these registers points. ഇവിടെ പോയിന്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന X രജിസ്റ്റർ ജനറൽ പർപ്പസ് രജിസ്റ്റർ R26ഉം R27ഉം കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയതും Y രജിസ്റ്റർ R28, R29 എന്നിവ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയതും Z രജിസ്റ്റർ R30, R31 എന്നീ ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയതുമാണ്. എക്സാമ്പിൾസ്: LD R16, ഇവിടെ R16 രജിസ്റ്ററിലോട്ട് X പോയിന്റർ സൂചിപ്പിക്കുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്നുള്ള വാല്യൂ ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് XTY, R18. ഇവിടെ Y പോയിന്റർ സൂചിപ്പിക്കുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് R18 രജിസ്റ്ററിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇൻഡയറക്റ്റ് പ്രോഗ്രാം ഓർ ഫ്ലാഷ് അഡ്രസ്സിംഗ്. ഇതുവരെ നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡാറ്റ മെമ്മറി ആക്സസുമായി ബന്ധപ്പെട്ട അഡ്രസ്സിംഗ് മോഡുകളെ കുറിച്ചായിരുന്നു. എന്നാൽ സ്ഥിര സ്വഭാവമുള്ള ചില പ്രത്യേക ഡാറ്റ മൂല്യങ്ങൾ പ്രോഗ്രാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു വെക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെ പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അഡ്രസ്സിംഗ് രീതിയാണ് ഇൻഡയറക്റ്റ് പ്രോഗ്രാം അഡ്രസ്സിംഗ്. Z രജിസ്റ്റർ പോയിന്ററായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഡ്രസ്സിംഗ് രീതിയാണ് ഇൻഡയറക്റ്റ് പ്രോഗ്രാം അഡ്രസ്സിംഗ്. AVR മൈക്രോ കൺട്രോളറിൽ
രണ്ട് രീതിയിലുള്ള പ്രോഗ്രാം അഡ്രസ്സിംഗ് മോഡുകളുണ്ട്. ഒന്ന് പ്രോഗ്രാം മെമ്മറി കോൺസ്റ്റന്റ് അഡ്രസ്സിംഗ് മോഡ്, രണ്ടാമത്തത് പ്രോഗ്രാം മെമ്മറി വിത്ത് പോസ്റ്റ് ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ്. Indirect program addressing mode is meant to access data elements located in program memory up to 64K bytes. In this mode, the Z register is used to point to the program memory. In AVR, there are two indirect program or flash accessing mode. One, program memory constant addressing mode, and program memory with post increment addressing mode. ഇനി പ്രോഗ്രാം മെമ്മറി കോൺസ്റ്റന്റ് അഡ്രസ്സിംഗ് എന്താണെന്ന് നോക്കാം. പ്രോഗ്രാം മെമ്മറി കോൺസ്റ്റന്റ് അഡ്രസ്സിംഗ്, ഈ അഡ്രസ്സിംഗ് മോഡിൽ പോയിന്ററായിട്ട് ഉപയോഗിക്കുന്ന Z രജിസ്റ്റർ വാല്യൂ എക്സിക്യൂഷൻ സമയത്ത് മാറ്റം വരാതെ നിലനിൽക്കുന്നതാണ്. ഈ കാരണം കൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ LPNRN,Z എന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് Z രജിസ്റ്റർ സൂചിപ്പിക്കുന്ന പ്രോഗ്രാം മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റ വാല്യൂ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യാവുന്നതാണ്. In this addressing mode, the content of Z register does not change when instruction is executed. LPMRN,Z instruction uses program memory constant addressing mode. This instruction loads the byte point to by Z register into RN. ഇവിടെ AVR പ്രോഗ്രാം മെമ്മറി 2 ബൈറ്റ് സൈസിലായത് കാരണം ഒരു മെമ്മറി ലൊക്കേഷനിൽ തന്നെ ലോവർ ബൈറ്റ്, ഹയർ ബൈറ്റ് എന്നിങ്ങനെ 2 ഡാറ്റ ബൈറ്റുകൾ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ ഡാറ്റ റീഡ് ചെയ്യുന്നതിന് ലൊക്കേഷൻ അഡ്രസ്സിന് പുറമെ ഏത് ബൈറ്റാണ് റീഡ് ചെയ്യേണ്ടത് എന്നുകൂടെ സൂചിപ്പിക്കേണ്ടതായി വരും. ഈ സൗകര്യത്തിന് വേണ്ടി Z രജിസ്റ്ററിലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് LSB ബൈറ്റ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റി നിർത്തുകയും ബാക്കി വരുന്ന 15 ബിറ്റുകൾ ഉപയോഗിച്ച് അഡ്രസ് സൂചിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. ഇവിടെ LSB 0 ലോവർ ബൈറ്റിനെ സൂചിപ്പിക്കുന്നതും LSB 1 ഹയർ ബൈറ്റിനെ സൂചിപ്പിക്കുന്നതുമാണ്. Here the least significant bit LSB of the Z register is used to indicate the byte to read, low or high. If LSB is equal to 0, the low byte is read. If LSB is equal to 1, the high byte is read. The address of the location is represented with 15 bits. Program memory locationil ഡാറ്റ സ്റ്റോർ ചെയ്ത രീതി കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ഓരോ അഡ്രസ് ലൊക്കേഷനിലും ലോവർ ബൈറ്റ്, ഹയർ ബൈറ്റ് എന്നിങ്ങനെ 2 ഡാറ്റ ബൈറ്റുകൾ സ്റ്റോർ ചെയ്തതായി കാണാം. ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ ഡാറ്റ ബൈറ്റ് ആക്സസ് ചെയ്യുന്നതിനും Z രജിസ്റ്ററിൽ നൽകേണ്ട ബൈനറി വാല്യൂ കാണിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പട്ടികയിൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന 15 ബിറ്റ് ബൈനറി വാല്യൂ പ്രോഗ്രാം മെമ്മറി അഡ്രസ് സൂചിപ്പിക്കുന്നതും ചുവപ്പ് നിറത്തിൽ കാണുന്ന LSB ബിറ്റ് ഏത് ബൈറ്റാണ് ആക്സസ് ചെയ്യേണ്ടത് എന്നും സൂചിപ്പിക്കുന്നു. 0 എന്നത് ലോവർ ബൈറ്റിനെ സൂചിപ്പിക്കുന്നു, 1 എന്നത് ഹയർ ബൈറ്റിനെ സൂചിപ്പിക്കുന്നതുമാണ്. ഉദാഹരണമായി പ്രോഗ്രാം മെമ്മറി അഡ്രസ് 0002 എന്ന ലൊക്കേഷനിൽ
ലോവർ ബൈറ്റ് സ്ഥാനത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന D4 ബൈറ്റ് റീഡ് ചെയ്യുന്നതിന് വേണ്ടി Z രജിസ്റ്ററിലോട്ട് നൽകേണ്ട വാല്യൂ പരിശോധിച്ച് നോക്കാം. ഇവിടെ 0002 എന്ന അഡ്രസ് സൂചിപ്പിച്ചിരിക്കുന്നത് 010ൽ അവസാനിക്കുന്ന 15 ബിറ്റ് ബൈനറി വാല്യൂ വഴിയാണ്. അതേസമയം D4 എന്നത് ലോവർ ബൈറ്റ് ആണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് LSB 0 എന്ന് നൽകിയാണ്. ഈ രണ്ട് വാല്യൂ കൂട്ടിച്ചേർത്തുള്ള 16 ബിറ്റ് ഫൈനൽ വാല്യൂ ആയിരിക്കും Z രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യേണ്ടത്. ഈ ഫൈനൽ വാല്യൂവിന്റെ ഹെക്സ് വാല്യൂ മറ്റൊരു പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതായത് 0004. ഇതുപോലെ പ്രോഗ്രാം മെമ്മറി ലൊക്കേഷനിലുള്ള ഓരോ ഡാറ്റ ബൈറ്റും റീഡ് ചെയ്യുന്നതിന് വേണ്ടി Z രജിസ്റ്ററിലോട്ട് നൽകേണ്ട ബൈനറി വാല്യൂവും അതിന്റെ ഹെക്സ് വാല്യൂവും ഈ രണ്ട് പട്ടികകളിൽ നിന്ന് ലഭ്യമാണ്. Examples. Example 1. Code to read the low byte of the location $0002 into R16. പ്രോഗ്രാം മെമ്മറിയിലെ 0002 എന്ന അഡ്രസ് ലൊക്കേഷനിൽ ലോവർ ബൈറ്റ് സ്ഥാനത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ R16 രജിസ്റ്ററിലോട്ട് റീഡ് ചെയ്യുന്നതിനുള്ള കോഡാണ് ഉദ്ദേശിക്കുന്നത്. In this example, the address of the location represented in 15 bits is 00 and ending 010, which is equal to $0002. The LSB is equal to 0, indicates the lower byte. Then the final 16-bit value to load into Z register is 00 ending at 100, which is equal to 0004. ഇവിടെ Z രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യേണ്ട ഫൈനൽ വാല്യൂ എന്നത് 0004 എന്നതാണ്. ഇനി ഇതിനുള്ള കോഡാണ് എഴുതേണ്ടത്. That is LDI ZH, 0x00. Load the ZH higher byte of the Z register with 00H. The higher byte of the address ആണ് 00H എന്നത്. LDI ZL 0x04. Load ZL, that is the lower byte of the Z register with 4H, the low byte of the address. LPM R16, Z. Load R16 with the content of location Z. ഇവിടെ Z രജിസ്റ്റർ സൂചിപ്പിക്കുന്ന അഡ്രസ് ലൊക്കേഷനിലെ ഡാറ്റ വാല്യൂ R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ 2. Code to read the high byte of location $003 into R16. 0003 അഡ്രസ് ലൊക്കേഷനിൽ ഹയർ ബൈറ്റ് സ്ഥാനത്ത് സ്റ്റോർ ചെയ്ത ഡാറ്റ R16 രജിസ്റ്ററിലോട്ട് റീഡ് ചെയ്യുന്നതിനുള്ള കോഡാണ് ഉദ്ദേശിക്കുന്നത്. In this example, the address of the location to be represented in 15 bit is 00 and end at 011, which is equal to $0003. The LSB is equal to 1, indicates the higher byte. Then the final 16-bit value to load into Z register is 00 and at 0111, which is equal to 007. ഇവിടെ 003 പ്രോഗ്രാം മെമ്മറി അഡ്രസ്സിലെ ഹയർ ബൈറ്റ് റീഡ് ചെയ്യുന്നതിന് വേണ്ടി Z രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യേണ്ട വാല്യൂ 0007 ആണ്. ഇനി ഇതിന്റെ കോഡ് എഴുതാം. കോഡ് LDI ZH, 0x00. Load ZH with 00H, the higher byte of the address. LDI ZL 0x07. Load ZL with 7H, the lower byte of the address. LPM R16, Z. Load R16 with the content of location Z. ഇവിടെ Z രജിസ്റ്ററിലെ അഡ്രസ് സൂചിപ്പിക്കുന്ന ലൊക്കേഷനിലെ ഡാറ്റ
R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. പ്രോഗ്രാം മെമ്മറി വിത്ത് പോസ്റ്റ് ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ്. കോൺസ്റ്റന്റ് അഡ്രസ്സിംഗ് മോഡിൽ നിന്നും വ്യത്യസ്തമായി പോയിന്ററായി ഉപയോഗിക്കുന്ന Z രജിസ്റ്റർ വാല്യൂ ഓരോ എക്സിക്യൂഷൻ നടക്കുമ്പോഴും ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡ്രസ്സിംഗ് മോഡാണ് പോസ്റ്റ് ഇൻക്രിമെന്റ് അഡ്രസ്സിംഗ് മോഡ്. LPM RN,Z+ എന്ന ഇൻസ്ട്രക്ഷനാണ് ഈ അഡ്രസ്സിംഗ് മോഡിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഒരു ബൾക്ക് ഡാറ്റ സ്റ്റോറേജിൽ നിന്നും ക്രമത്തിലുള്ള നിശ്ചിത എണ്ണം ഡാറ്റ ബൈറ്റുകൾ റീഡ് ചെയ്യേണ്ട അവസരങ്ങളിലാണ് ഈ അഡ്രസ്സിംഗ് രീതി ഉപയോഗപ്പെടുത്തുന്നത്. In this addressing mode, the content of Z register is incremented after each execution. Instruction LPM RN,Z+ uses program memory addressing with the post increment. Example: code to send 5 data bytes stored at the ROM location from 1000H to port B1 at a time. ഇവിടെ റോം ലൊക്കേഷൻ 1000 മുതൽ സ്റ്റോർ ചെയ്ത 5 ഡാറ്റ ബൈറ്റുകളെ ഓരോ ബൈറ്റുകളായി പോർട്ട് ബിയിലോട്ട് റീഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. LDI R16,0x05. ഇവിടെ 5 ഡാറ്റ റീഡ് ചെയ്യേണ്ടത് കൊണ്ട് അതിനായിട്ട് 5 എന്നുള്ള വാല്യൂ ഒരു രജിസ്റ്ററിലോട്ട് നൽകി ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നു. ദി നമ്പർ ഓഫ് ഡാറ്റ ബൈറ്റ്സ്. LDI R20,0xFF. R20 എന്ന രജിസ്റ്ററിലോട്ട് 0xFF എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ആ വാല്യൂ ഔട്ട് DDRB, R20 അത് പോർട്ട് ബിയുടെ DDRB രജിസ്റ്ററിലോട്ട് നൽകുന്നു. കാരണം ഇവിടെ നമ്മൾ പോർട്ട് ബി എന്നുള്ളത് ഔട്ട്പുട്ട് പോർട്ടായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ DDRB രജിസ്റ്റർ ഹൈ ആക്കി വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് LDI ZH,0x10. ഇവിടെ Z രജിസ്റ്ററിലോട്ട് നമ്മൾ ആദ്യമായി കൊടുക്കേണ്ട വാല്യൂ 1000 ആയതുകൊണ്ട് ഈ 1000ന്റെ ഹയർ ബൈറ്റ് Z രജിസ്റ്ററിന്റെ ഹയർ ബൈറ്റിലോട്ട് ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് LDI ZL,0x00. ഇവിടെ ലോവർ ബൈറ്റ് 00 വാല്യൂ Z രജിസ്റ്ററിന്റെ ലോവർ ബൈറ്റിലോട്ട് ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് LPM R20,Z+. ഇവിടെ Z ഇപ്പോൾ നൽകിയ വാല്യൂവിൽ നിന്ന് ഡാറ്റ R20 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ലോഡ് ദി ബൈറ്റ് ഇൻ R20 ആൻഡ് ഇൻക്രിമെന്റ് Z. അതിനുശേഷം 1000 എന്നുള്ള വാല്യൂ 1001 ആയി ഇൻക്രിമെന്റ് ചെയ്യുന്നു. ദെൻ ഔട്ട് പോർട്ട് B, R20. ഇപ്പോൾ റീഡ് ചെയ്ത വാല്യൂ R20 രജിസ്റ്ററിൽ നിന്നും പോർട്ട് ബിയിലോട്ട് ലോഡ് ചെയ്യുന്നു. ദെൻ DEC-R16. അതിനുശേഷം നേരത്തെ നമ്മൾ 5 എന്ന് ഇനീഷ്യലൈസ് ചെയ്തിരുന്ന R16 വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് 4 ആക്കി നിർത്തുന്നു. ദെൻ BRNE നെക്സ്റ്റ്. അതിനുശേഷം ഈ R16 വാല്യൂ ചെക്ക് ചെയ്യുന്നു. അത് 0 അല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റിലോട്ട് വരുന്നു. അടുത്ത മെമ്മറിയിൽ നിന്നുള്ള 1001ൽ നിന്നുള്ള ഡാറ്റ റീഡ് ചെയ്യുന്നു. അങ്ങനെ 5 തവണ പൂർത്തിയാകുമ്പോൾ R16 വാല്യൂ 0 ആവുകയും പ്രോഗ്രാം ഹാൾട്ട് ചെയ്യുകയും ചെയ്തു. Let us stop this session here and we will see the main points we discussed in this session. Today we have been discussing on addressing modes. The different ways of specifying the location of an operand in an instruction are called addressing mode. Then we discussed on different addressing modes provided by the AVR microcontrollers. For data memory addressing, we have different addressing modes such as register direct or single register addressing mode. In this mode, the operand can be any register of 32 general purpose registers
The operation will be with the content of this register and the result will be stored in the same register. Next one, register direct or immediate addressing mode. In this case, it operates on register and with an immediate value. Then the result will be stored in the register. Next one, register direct or two registers. In this case, two registers are involved to hold the data to be processed. One register is called source register and the other is the destination register. The operation will be carried out with the content of these two registers and the result will be stored in the destination register. Next, IO direct addressing mode. This is a special addressing mode to access IO registers using in and out instructions. Then data direct addressing mode. This is the addressing mode used to access the entire IO space using LDS and STS instruction. Then indirect addressing mode. In this addressing mode, a register X, Y or Z is used as a pointer to the data memory location. Then for addressing the program memory, we have indirect flash addressing. This is meant to access data elements located in program memory of 64 KB. And under indirect flash addressing, we have two different addressing modes as program memory constant addressing mode. It is using Z register as a pointer with the instruction LPM Rn, Z. In this case, the content of the pointer register will not be changed during the instruction execution. And the second case, program memory with the post increment addressing mode using instruction LPM Rn, Z plus. In this addressing mode, the content of the pointer register Z will be incremented on execution of the instruction. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.